ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. ഞാൻ പല രീതിയിലും ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു രീതിയാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. ഇതിനായി 1.5 നാഴി അല്ലെങ്കിൽ 1.5 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്താം. ഞാൻ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചരി എടുക്കാം കേട്ടോ, ഏതെടുത്താലും ഒരേപോലെ. ഇത് നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കണ രണ്ടായി മുറിച്ചല്ല കേട്ടോ. 7 മണിക്കൂറാണ് അരി കുതിർത്തിയത്. 200 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കുക. ശർക്കര പാനിയിൽ കുതിർത്ത അരി അരച്ചെടുക്കുക. നന്നായി അരയണ്ട, എന്നാൽ തരി പോലെ കിടക്കാനും പറ്റില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ 3/4 കപ്പ് നാളികേരപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കും. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരക്കപ്പ് നാളികേരക്കൊത്ത് ചേർത്ത് വഴറ്റാം. വഴറ്റിയെടുത്ത തേങ്ങാക്കൊത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ മൈദയും എടുക്കുക. നെയ്യപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരാനും നെയ്യപ്പം സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കും. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ലൂസാക്കാം. അതിലേക്ക് മാറ്റി വെച്ച നാളികേരപ്പാലും ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. മാവിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ എണ്ണയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പാകമായെന്ന് കണ്ടാൽ മറച്ചിട്ടിട്ട് നമുക്ക് നെയ്യപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ നെയ്യപ്പങ്ങളെമ്പാടും ചുട്ടെടുത്തിട്ടുണ്ട്. 16 നെയ്യപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്.